ഇനി അറുമുഖനുടെ കാലം നടത്തെരു വിളക്കണ പൊടി പൊടിക്കണ കളപ കുങ്കുമത്തിമില മദ്ദളം ശരവണ മുരുകനുക്ക് ഷൺമുഖ മുരുകനുക്ക് കൊണ്ടാടയ്യ കൊണ്ടാടയ്യ കൊണ്ടാട്ടം. അപ്പം അമ്മ എന്നോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ രാഘവ് മാസ്റ്റർ ആരാണെന്ന് അറിയാമോ, ഇത്രയും പാട്ടുകൾ ചെയ്ത വലിയ. അപ്പോൾ എനിക്ക് എന്താണ്, എൻ്റെ വീട്ടിലൊരു മുത്തശ്ശനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മുത്തശ്ശനെ പോലെയാണ് അന്ന് എനിക്ക് തോന്നിയത്. അങ്ങകലയായി സൂര്യനെരിഞ്ഞ നിമിഷം മേലെയായി മേഘം മങ്ങിയോ. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മയുടെ കുട്ടിക്കാലം ഒക്കെ പ്രൊഫഷണലായിട്ട് ഗാനമേളകളിലും നാടകങ്ങളിലും ഒക്കെ പാടുമായിരുന്നു. അന്ന് നമ്മൾ വാല്യൂ ചെയ്യുന്നത് പാട്ടിൽ മാത്രമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. വേറൊരു മാനസിക നിലയിലേക്ക് പോയിട്ട് അതിൻ്റെ അമ്മ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, രാജലക്ഷ്മി ഒന്ന് മോളോട് സംസാരിക്കും, ഈ ഫുൾ ടൈം ഈ കുട്ടി ഈ പാട്ടാണ് കേൾക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. രാജലക്ഷ്മിയാണ്. സിനിമയിൽ ഞാൻ പാടിയ ചില പാട്ടുകളെക്കുറിച്ച് പറയുകയാണ്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ, അല്ലെങ്കിൽ എൻ്റെ പാട്ടുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകൾ. രാജലക്ഷ്മി എന്ന ഗായികയെ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ സ്റ്റേറ്റ് അവാർഡ് വന്നതിന് ശേഷമാണ് എനിക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഗായികയായത് എന്ന് തോന്നാറുണ്ട്. ജനകൻ എന്ന സിനിമയിൽ ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ശ്രീ എം ജയചന്ദ്രൻ, ജയൻചേട്ടൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഗുരുതുല്യനുമാണ്. അദ്ദേഹമാണ് എനിക്ക് ആ പാട്ട് ഒളിച്ചിരുന്നേ എന്ന പാട്ട് എനിക്ക് തന്നത്, എന്നെ കൊണ്ട് പാടിച്ചത്. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഈ ഒരു ഫീൽഡിൽ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ ഉണ്ട്. അപ്പോൾ സിനിമയിൽ വന്നിങ്ങനെ പാടി. പക്ഷേ ഒരു ബ്രേക്ക്, എല്ലാ ആർട്ടിസ്റ്റിനും ഒരു കരിയറിലൊരു ബ്രേക്ക് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ഒന്നും എത്താതെ പോകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവും. അപ്പം അങ്ങനെ കരിയറിൽ ബ്രേക്ക് തന്നത് ഈ ജനകൻ എന്ന സിനിമയിലെ ഒളിച്ചിരുന്നേ എന്ന പാട്ടാണ്. ഈ പാട്ടിനാണ് എനിക്ക് 2010 കേരള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ പാട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ മിണ്ടിപ്പറഞ്ഞേ എന്തോ മെല്ലെ പറഞ്ഞേ ചുറ്റിപ്പായും വണ്ടോടൊപ്പം മൂളിപ്പറന്നേ മഞ്ഞു പൊഴിഞ്ഞേ എൻ മനം നിറഞ്ഞേ നെയ്തലാമ്പലായോർമകൾ ഒന്നിച്ചിരുന്നേ അന്നേ ഒന്നിച്ചിരുന്നേ തെന്നല്ലല്ലോ ഞാലിന്മേൽ ഒന്നിച്ചിരുന്നേ. എൻ്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനം അത് അശ്വാരൂഢൻ എന്ന സിനിമയിൽ വയലാർ ശരത്തേട്ടൻ എഴുതി ജാസിച്ചേട്ടൻ ഈണമിട്ട ഒരു പാട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രാക്ക് ഒരുപാട് പാടുമായിരുന്നു. പല സിംഗേഴ്സിന് വേണ്ടി, ചിത്ര ചേച്ചി, സുജാത ചേച്ചി, അങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടി ട്രാക്ക് പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെ അശ്വാരൂഢൻ്റെ റെക്കോർഡിങ് സമയത്ത് അന്ന് ഞാൻ എൻ്റെ മോൻ ജനിച്ചിട്ടൊരു കഷ്ടി 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ജാസിച്ചേട്ടൻ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ വളരെ ഒരു ചേട്ടനെ പോലെയാണ്, ഫാമിലി ഫ്രണ്ടാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ജാസിച്ചേട്ടൻ്റെ കൂടെയായിരുന്നു കുറേ നാൾ. അപ്പോൾ അങ്ങനെ ഒരു പരിചയമുണ്ട്. അപ്പോൾ ജാസിച്ചേട്ടൻ്റെ ഈ ഒരു സിനിമയിലേക്ക് വേണ്ടിയിട്ട് എന്നെ അതിൽ മേലെയായി മേഘം മങ്ങിയോ എന്ന് പറഞ്ഞൊരു പാട്ട്, അപ്പോൾ അത് ജസ്റ്റ് എന്നെ കൊണ്ടൊന്ന് പാടിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജയരാജ് സാർ, അതിൻ്റെ സംവിധായകൻ ജയരാജ് സാർ പറഞ്ഞു, രാജലക്ഷ്മി എന്നെ എന്നാൽ അത് പാടിക്കോട്ടെ എന്ന് പറയും. ജാസിച്ചേട്ടൻ എനിക്ക് ആ പാട്ട് ഒന്നും കൂടി അത് ഫുള്ളായിട്ട് പാടി. അങ്ങനെ ആ പാട്ടാണ് സ്ക്രീനിൽ ഞാൻ എൻ്റെ ഒരു, അതായത് തിയേറ്ററിൽ പോയിട്ട് എൻ്റെ ഒരു ശബ്ദം സിനിമയിൽ അത് കാണുന്നത് അശ്വാരൂഢനിലെ പാട്ടാണ്. അതിനു മുമ്പും കുറച്ച് സിനിമകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ പാട്ടുകൾ കാസറ്റിൽ മാത്രമായി പോയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ പേര് വരാതിരുന്നിട്ടുണ്ട്.
പിന്നെ ചില സിനിമകൾ ഇറങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. കുറച്ച് പാട്ടുകൾ ഇങ്ങനെ പുറകിൽ കിടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ഒഫീഷ്യലി ഒരു ആദ്യത്തെ സിനിമ എന്ന് വേണമെങ്കിൽ അശ്വാരൂഢനെ പറയാം. നല്ലൊരു പാട്ടാണ്. മേലെയായി മേഘം മങ്ങിയോ, താഴെയായി മോഹം വിങ്ങിയോ, വേലകലുമീ വഴിയിൽ ഇരുളലയുടെ പരിഹാസം, അങ്ങകലയായി സൂര്യനെരിഞ്ഞ നിമിഷം, മേലെയായി മേഘം മങ്ങിയോ. ഇങ്ങനെ ഒരു പാട്ട്. വിദ്യാസാഗർ സാറിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ഗീതാഞ്ജലി എന്ന സിനിമയിലാണ്. അതിൽ ONV സാർ എഴുതി വിദ്യാജി ഈണമിട്ട പാട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ദൂരെ ദൂരെ ആഴിപ്പെണ്ണിൻ. ONV സാറിൻ്റെയൊക്കെ ഒരു അവസാന കാലത്തെ രചനകളിലൊന്നാണ് ഈ പാട്ട്. പിന്നെ വിദ്യാജി എന്ന് പറഞ്ഞാൽ വിദ്യാസാഗർ സാറിനോട് വളരെ ഒരു ആരാധന ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ എനിക്കുണ്ട്. സാറിൻ്റെ പാട്ടുകൾ പാടണം എന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഈ പാട്ട് പാടാൻ വേണ്ടി ചെന്നൈയിലേക്ക് വിളിക്കണതും. അപ്പോൾ ചെന്നപ്പോൾ ഈ പാട്ട് എനിക്ക് ഹാർമോണിയമൊക്കെ വെച്ച് സാറ് പഠിപ്പിച്ചു തന്നു. പിന്നെ അതൊരു കുറച്ചൊരു ഹോണ്ടിങ് ആയിട്ടുള്ള സോങ്ങാണ്. 2 പെൺകുട്ടികൾ, ഇരട്ട കുട്ടികളിൽ ഒരു കുട്ടിയുടെ ഇല്ലാതാവുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മയിലൊക്കെ കുറച്ചൊരു സങ്കടമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് ആ പാട്ടിൽ. അപ്പോൾ എനിക്ക് ആ പാട്ട് എന്താ പറയുക, ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ ദിവസത്തിൽ ഒരു മെസ്സേജെങ്കിലും ആ പാട്ടിനെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറയാറുണ്ട്. പിന്നെ കുറച്ച് വിയേർഡായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി ഇതിങ്ങനെ എപ്പോഴും കേട്ടൊരു കുറച്ചൊരു വേറൊരു മാനസിക നിലയിലേക്ക് പോയിട്ട് അതിൻ്റെ അമ്മ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, രാജലക്ഷ്മി ഒന്ന് മോളോട് സംസാരിക്കും, ഈ ഫുൾ ടൈം ഈ കുട്ടി ഈ പാട്ടാണ് കേൾക്കുന്നത്, എന്തോ അപ്പം നമ്മൾ പല പാട്ടുകളും പാടുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ഞാനന്ന് അങ്ങനെ ആ പാട്ട് പാടി വിട്ടു. പക്ഷേ അത് കേട്ട് കഴിയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഫീല്, അതിനെക്കുറിച്ച് ഞാൻ അന്നൊന്നും ആലോചിച്ചല്ലോ. പക്ഷെ ഇപ്പോൾ ഓരോ കഥകൾ വരുന്നുണ്ട്. പിന്നെ ഒരു കുട്ടി എന്നെ ഇങ്ങനെ ഒരു ദിവസം അവൾ എന്നെ കണ്ടിട്ട് ഭയങ്കര, ഞങ്ങൾ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആൾ, രാജി ആൻറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ പല ഇങ്ങനത്തെ കുറേ സ്പെഷ്യൽ അനുഭവങ്ങൾ തന്ന പാട്ടാണിത്. ദൂരെ ദൂരെ ആഴിപ്പെണ്ണിൻ ഏഴാം പൂമേട കാണാൻ, ആരിൻ മുത്തേ നിന്നെ കൂട്ടി ആരും കാണാതെ പോയി, ആഴം കാണാത്താഴ്വാരങ്ങൾ നീ കണ്ടു കീഴും നേരം, കാണാ കണ്ണീരാഴം. ദൂരെ ദൂരെ ആഴിപ്പെണ്ണിൻ ഏഴാം പൂമേട കാണാൻ, ആരിൻ മുത്തേ നിന്നെ കൂട്ടി ആരും കാണാതെ പോയി. ആ കുട്ടി കടലിൽ പോയാണ് മരിക്കുന്നത്. അപ്പം ഈ പാട്ടും അതും കൂടി ഭയങ്കര ഒരു കണക്റ്റഡാണ്. ആക്ച്വലി ആ വർഷം ഈ പാട്ട് അവാർഡിന് വേണ്ടി പരിഗണിച്ചതാണ്. പക്ഷേ ഇത് പ്രിയദർശൻ സാറിൻ്റെ സിനിമയായിരുന്നു. അപ്പോൾ സാറാണ് ആ വർഷത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെയർമാൻ്റെ സിനിമകൾ എടുക്കില്ല. അപ്പം അങ്ങനെയാണ് ഇത് പോയത്. പക്ഷെ നല്ലൊരു പാട്ട്, എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു പാട്ട്. എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് മാറിയ നമ്മുടെ ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമയിലെ കൊണ്ടാട്ടം എന്ന പാട്ട്. അപ്പോൾ അത് രജപുത്ര രഞ്ജിത്തേട്ടനായിട്ടും ചിപ്പി ചേച്ചിയായിട്ടൊക്കെ എനിക്ക് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ വളരെ അടുപ്പമാണ്. അപ്പം അങ്ങനെയാണ് ആ ഒരു അവസരം വന്നത്. പിന്നെ ജേക്സ് ബിജോയ് മ്യൂസിക്. അപ്പോൾ ജേക്സിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കമ്പോസറാണ് ജേക്സ്. പുതിയ
സംഗീത സംവിധായകരിൽ. ജേക്സിൻ്റെ ഇതിനു മുമ്പ് ഞാൻ 1-2 പാട്ട് പാടിയിട്ട് അതൊന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല, വന്നില്ല പുറത്ത്. ഐ മീൻ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, അത് മാറിപ്പോയി. അപ്പോൾ ഒരു അടുത്തൊരു ഓപ്പർച്യൂണിറ്റിക്ക് ഞാനും ജേക്സും ആക്ച്വലി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നു. അപ്പോൾ അത് പ്രൊമോഷൻ സോങ് ആയിരുന്നു എങ്കിൽ പോലും സിനിമയിൽ എന്താ പറയുക, അതിന് നല്ല ഹൈപ്പ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ പാട്ടും വന്നത്. പിന്നീട് സിനിമയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തുടരും ആൻഡ് കൊണ്ടാട്ടം ഇപ്പോൾ എല്ലാ എന്താ പറയുക സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ അടിച്ചു പൊളിച്ച് എല്ലാവരും പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വ്യത്യാസം, ഞാൻ ഇതുവരെ പാടിയ ഒരു സ്റ്റൈലല്ല. എൻ്റെ ഒരു എപ്പോഴും ഒരു മെലോഡിയസ് പാട്ടുകളാണ് ഞാൻ കൂടുതൽ പാടിയിട്ടുള്ളത്. പക്ഷെ ഇതൊരു അടിച്ചു പൊളിപ്പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. പിന്നെ നമ്മുടെ ശ്രീകുട്ടൻ ചേട്ടൻ, MG ശ്രീകുമാർ ഏട്ടൻ്റെ കൂടെ ഞാൻ കൊച്ചിലേ തൊട്ട് ഒരുപാട് സ്റ്റേജിലൊക്കെ പാടിയിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്ന പാട്ട്. അപ്പോൾ ലാലേട്ടൻ, MG ശ്രീകുമാർ എന്നുള്ള ഒരു കോമ്പിനേഷൻ്റെ എനിക്കും അതിൽ ചേരാൻ പറ്റി എന്നുള്ളൊരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. തുടരുമിലെ കൊണ്ടാട്ടം. കാണും ലോകം സന്തോഷത്തിൻ കൂട്, നീയും ഞാനും ഒന്നാണടാ, ഇന്നീ മണ്ണിൽ ജന്മം ഒന്നേ ഒന്ന്, ഓരോ നാളും കൊണ്ടാടടാ, കോപത്തിൻ പന്തങ്ങൾ നീ അൻപാലയാറ്റേണം, എല്ലോരെയും എന്നെന്നും ഒരേ കണ്ണാലെ കാണേണം, തുടങ്ങണമിനി പൂരം ഇനി അറുമുഖനുടെ കാലം, നടത്തെരു വിളക്കണ പൊടി പൊടിക്കണ കളപ കുങ്കുമത്തിമില മദ്ദളം, ശരവണ മുരുകനുക്ക് ഷൺമുഖ മുരുകനുക്ക് കൊണ്ടാടയാ കൊണ്ടാടയാ കൊണ്ടാട്ടം, ശിവനുടെ തിരുമകന് കാർത്തിക മുരുകനുക്ക് കൊണ്ടാടയാ കൊണ്ടാടയാ കൊണ്ടാട്ടം. ആദ്യമായിട്ടൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഞാൻ പാടുന്നത്, അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നമ്മുടെ K. രാഘവൻ മാസ്റ്ററിൻ്റെ മ്യൂസിക്കിലാണ് എനിക്ക് തുടങ്ങാൻ സാധിച്ചത്. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ, അതായത് ഒരു 6ാം ക്ലാസ്സിൽ അത്രയൊക്കെ ഉള്ളൂ, ആ സമയത്ത് രാഘവൻ മാസ്റ്ററിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് ഒന്നും അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അമ്മയാണ് അതിന് ആ റെക്കോർഡിങ്ങിന്, അത് മാഗ്ന സൗണ്ട് കാസറ്റ് കമ്പനിയുടെ ആ വർഷത്തെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ ആ വർക്കായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നന്ദകുമാർ എന്നൊരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിള് ഭാസ്കരൻ മാസ്റ്ററിൻ്റെ മരുമകനാണ്. അപ്പോൾ അങ്ങനെ നന്ദകുമാർ അങ്കിൾ എനിക്ക് എന്നെ ആ സമയത്ത് ഒരുപാട് അവസരങ്ങൾ അങ്കിൾ വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്കിളാണ് എന്നെ ഈ ഒരു വർക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങൾ എറണാകുളത്ത് BTH ഹോട്ടലിൽ വെച്ച് രാഘവ മാസ്റ്ററിനെ കാണാൻ വേണ്ടി ഞാനും അമ്മയും കൂടി ചെന്നു. അപ്പോൾ മാസ്റ്റർ ഇങ്ങനെ എന്നെ കണ്ടു, എൻ്റെ തലയിലൊക്കെ ഇങ്ങനെ മാസ്റ്റർ തൊട്ടു. ഞാൻ എന്തൊക്കെയോ എന്നോട് ചോദിച്ചു, നീ ഒരു പാട്ട് പാടൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതൊക്കെയോ ഉണരു ഒക്കെ പാടി ഞാൻ. എന്നിട്ട് പറയുമോ, എന്നാൽ ശരി നാളെ റെക്കോർഡിങ്ങിന് വരൂ എന്ന് പറഞ്ഞിട്ട് അന്ന് എറണാകുളത്ത് ആലാബ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട്, രവിപുരത്ത് ആലാബ് സ്റ്റുഡിയോയിൽ മാസ്റ്റർ ഇങ്ങനെ അന്ന് ലൈവ് റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഗായിക എന്നുള്ള നിലയിൽ ഇപ്പോൾ ഉള്ള പാട്ടുകാരിൽ എനിക്ക് എപ്പോഴും ലൈവ് റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ കുറവായിരിക്കും. അതായത് ഇന്നിപ്പോൾ എല്ലാവരും വീടിൻ്റെ അല്ലെങ്കിൽ ഒരു മുറിയുടെ ഉള്ളിൽ ഒരു സിസ്റ്റം വെച്ചിട്ടിരുന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് മാറിയല്ലോ. അന്ന് വലിയ സ്റ്റുഡിയോ, ഒരുപാട് ബൂത്തുകളുള്ള സ്റ്റുഡിയോ, അതിൽ ഓരോ ബൂത്തിലും ഓരോ ആർട്ടിസ്റ്റുകൾ, ഗ്രൂപ്പ് വയലിൻ, പാട്ടുകാർ വേറൊരു ബൂത്തിൽ, കണ്ടക്ട് ചെയ്യാൻ ഒരാൾ, ബാക്കിയുള്ള ഒരു കൺസോളിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു എഫേർട്ടായിരുന്നു അന്നത്തെ റെക്കോർഡിങ്. അപ്പോൾ രാഘവ മാസ്റ്റർ ആയതുകൊണ്ട് അന്ന് പക്ഷേ ട്രാക്ക് സിസ്റ്റം ഉണ്ട് എങ്കിലും രാഘവ മാസ്റ്ററിന് ഇതിങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതായത് ഒരാൾ തെറ്റിച്ചാൽ ഫ്രം ദ ബിഗിനിങ് ചെയ്യും, അങ്ങനെ ഒരു സിസ്റ്റം. അപ്പോൾ അതിൽ ബിജു ചേട്ടനും ഞാനും കൂടി അതിലൊരു പാട്ട്, അച്ഛനും മകളും പാടുന്ന പാട്ടാണ്. അപ്പോൾ അങ്ങനെ രാഘവ മാസ്റ്റർ എനിക്ക് ഇങ്ങനെ ഹെഡ്ഫോണൊക്കെ വെച്ച് തരുകയും മാസ്റ്ററിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു. അപ്പോൾ എനിക്ക് പിന്നീടാണ്, അപ്പോൾ അമ്മ എന്നോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ രാഘവ മാസ്റ്റർ
ആരാണെന്ന് അറിയാമോ? ഇത്രയും പാട്ടുകൾ ചെയ്ത വലിയ. അപ്പോൾ എനിക്ക് എന്താണ്, എൻ്റെ വീട്ടിലൊരു മുത്തശ്ശനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മുത്തശ്ശനെ പോലെയാണ് അന്ന് എനിക്ക് തോന്നിയത്. ഞാൻ കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ മാസ്റ്ററിൻ്റെ കൂടെ നടന്നത്, സ്റ്റെപ്പ് കയറിയതൊക്കെ ഞാനിപ്പോൾ ഓർക്കണു. അത്രയും വലിയൊരു. പക്ഷേ മാസ്റ്റർ ഭയങ്കര സിമ്പിളായിരുന്നു, അതും പറയണമല്ലോ. അപ്പം അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഇപ്പോഴും ഞാൻ അടുത്ത ദിവസം എനിക്ക് അതിൻ്റെ ഓഡിയോ വീണ്ടും സ്പോട്ടിഫൈയിൽ കിട്ടി. അപ്പം അത് കേട്ടപ്പോൾ ഞാൻ ആ പഴയ ഓർമ്മകളിലേക്ക് പോയി. പണ്ട് നമ്മൾ ഗാനമേള കേൾക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതിന്ന് മാറി നമ്മൾ പ്രോഗ്രാം കാണാൻ, കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യം വന്നല്ലോ. അപ്പം എന്താ പറയുക, നമ്മുടെ ലുക്സ്, നമ്മുടെ പെർഫോമൻസ്, അതിലൊക്കെ അതെല്ലാം കൂടി ചേർന്നാണ് ഇപ്പോൾ നമ്മളെ ആൾക്കാർ വിലയിരുത്തുന്നത്. അപ്പം ഞാൻ കൊച്ചിലെ ഞാൻ പാടുമ്പോൾ പാട്ട് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അമ്മ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, പാട്ട് തെറ്റാതെ പാടാനും വേറെ ഒന്നും ശ്രദ്ധിക്കരുത് എന്നുള്ളതാണ്. പിന്നെയാണ് അത് മാറി. എസ്പെഷ്യലി സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ, എല്ലാവർക്കും ലുക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അന്ന് നമ്മൾ വാല്യൂ ചെയ്യുന്നത് പാട്ടിൽ മാത്രമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളെ നോക്കുന്നത് നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ കാണാൻ നമ്മളെങ്ങനെയൊക്കെയാണ്, ഇതിലൊക്കെ നമുക്കിപ്പോൾ കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ നമ്മളങ്ങനെ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയണ പോലെ ഇപ്പോൾ ഡ്രസ്സും ഈ പറഞ്ഞ എൻ്റെ ലുക്സും ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി ഞാനിപ്പോഴും പാട്ടിൽ തന്നെയാണ് ശ്രദ്ധിക്കാറുള്ളത്. എന്തോ അത് മാറ്റിവെച്ച് വേറെ ഒന്നിലേക്കും പോകാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ ഈ ഒരു ഒഴുക്കിനൊത്ത് ഒഴുകാൻ ശ്രമിക്കുന്നു. അത് എത്രത്തോളം അത് ഓക്കെ ആണെന്ന് എനിക്കറിയില്ല. യേശുദാസൊക്കെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടാണ് പാട്ട് പാടുന്നത്, വേദിയിലായാലും മറ്റ് ഇടങ്ങളിലായാലും സ്റ്റുഡിയോയിലായാലും. അത് അത്തരം ഒരു രീതി അനുവർത്തിക്കാറുണ്ടോ? ഞാൻ ഈ പഴയൊരു സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട്, അത് ഇപ്പോഴത്തെ പുതിയ ഇതിലല്ലാത്തത് കൊണ്ട് ഈ പാട്ടുകൾ എഴുതി സൂക്ഷിക്കുന്ന പരിപാടിയാണ് ഇപ്പോഴും. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സിംഗേഴ്സിൻ്റെ അടുത്തൊന്നും അത് ഉണ്ടാവില്ല. കാരണം എല്ലാം എന്താണ്, നെറ്റിൽ നിന്ന് നേരെ ലിറിക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കണ ഒരു ഇതാണ് എല്ലാവർക്കും, അല്ലെങ്കിൽ ഫോൺ നോക്കി പാടുന്നത്. പക്ഷെ അതൊന്നും തെറ്റെന്നൊന്നും പറയുകയല്ല. ഞാൻ ആ ഒരു ഇതിൽ വന്നതുകൊണ്ട് എനിക്ക് എഴുതി വെച്ചത് കണ്ടാലേ ട്യൂൺ ഓർമ്മ വരുള്ളൂ. പാട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഓർക്കണമെങ്കിൽ ഞാൻ എഴുതുമ്പോൾ അതിലെല്ലാം എഴുതുമല്ലോ. നമ്മൾ ഇവിടെ ഇന്നതുണ്ട്, ഇത്ര ബാറ്, ഫ്ലൂട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം നോട്ടേറ്റ് ചെയ്തിട്ടുണ്ട് സാധനം. അപ്പോൾ അത് കണ്ടാലേ നമുക്ക് ഓർമ്മ വരുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പം ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വെച്ചാൽ പാട്ടുകൾ പഴയ ആ ബുക്സ് എന്നുള്ളത് ഫോട്ടോ എടുത്തിട്ട് സ്കാൻ ചെയ്ത് നമ്മുടെ ഐപാഡിൽ സൂക്ഷിക്കാറ്. കാരണം ഒരുപാട് പാട്ടുകളായി. അപ്പോൾ അത് എല്ലാ ബുക്കും കൊണ്ട് എപ്പോഴും നടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഐപാഡിലാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ എഴുതിയ ഈ പറഞ്ഞ പോലെ വലിയ നമ്മുടെ ലെജൻസൊക്കെ അങ്ങനെയാണ്. അവർ എഴുതിയത് നോക്കിയിട്ടാണ് അവർ പാടുന്നത്. അപ്പോൾ അങ്ങനെ അത് തന്നെയാണ് ഞാനും ചെയ്യാറ്. പക്ഷേ ഈ പറഞ്ഞ പെട്ടെന്നൊരു പാട്ട് പഠിച്ച് വേണം എന്ന് പറയുകയാണെങ്കിൽ അത് ഉടനെ ലിറിക്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത്, എന്നാലും അതിൽ ഞാനായിട്ട് എഴുതുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടേ പാടാറുള്ളൂ. അപ്പോൾ ആ ഡിസിപ്ലിൻ ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ്. കാരണം അമ്മ അങ്ങനെയാണ്. എന്നെ ഇങ്ങനെ പാട്ടിനൊക്കെ കൊണ്ടുപോകുമ്പോഴും കൃത്യമായിട്ട് ചിട്ട വേണമെന്ന് നിർബന്ധമായിരുന്നു. പാട്ട് പുസ്തകങ്ങൾ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക, അതിൻ്റെ എന്താ പറയുക, ലിറിസിസ്റ്റ്, സിനിമ, വർഷം, അതെല്ലാം ആ ഒരു പേപ്പറിൽ എഴുതണം. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ചിട്ട കൊച്ചിലെ തൊട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. ഗായിക പി സുശീലയായിട്ട് എങ്ങനെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ പാട്ട് രംഗത്ത്? ഞാൻ കൊച്ചിലെ തൊട്ട് പഴയ പാട്ടുകൾ കേട്ടാണ് വളർന്നത്. അതായത് എൻ്റെ വീട്ടിലെ അമ്മൂമ്മ, അമ്മ, മുത്തശ്ശൻ, ചേട്ടൻ, ഞങ്ങൾ 5 പേരാണ്. അതിൽ അമ്മയുടെ ഫാമിലി അവർ മുഴുവൻ പാട്ടെന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. അങ്ങനത്തെ ഒരു ഫാമിലിയാണ് അമ്മയുടെ കുടുംബം. അപ്പോൾ അമ്മുമ്മയും അമ്മയും ഒക്കെ പഴയ പാട്ടുകൾ ഇങ്ങനെ രാവിലെ തൊട്ട് പാടിക്കൊണ്ടേയിരിക്കും. എന്ത് ജോലി ചെയ്യുമ്പോഴും നാവിലൊരു പാട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഞാൻ ജാനകിയമ്മയുടെയും സുശീലാമ്മയുടെ ഒക്കെ പാട്ടുകൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ബൈ ഹാർട്ട് ചെയ്തു. കാരണം ഇവരിതാണ് പാടുന്നത്. ഞാൻ ഒറിജിനലൊന്നും ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ ഇവർ പാടുന്നത് കേട്ട് ഞാൻ. അപ്പം അന്ന് സുശീലാമ്മ, ജാനകിയമ്മ എന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും അറിയില്ല, അവരാരാ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. പക്ഷേ ഞാൻ ഈ സംഗീതത്തിൻ്റെ വഴിയിൽ തന്നെ ഞാൻ വരികയും ഇവരെയൊക്കെ കൂടുതൽ കേൾക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇത്രയും പാട്ടുകൾ പാടിയ വളരെ
ലെജൻസ് ആയിട്ടുള്ള പാട്ടുകാരികളാണ് ഇവരെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജാനകിയമ്മ സുശീലാമ്മ മാത്രമല്ല, പിന്നെ പി ലീലാമ്മ, അതുപോലെ ജിക്കി, പഴയ കാല ഗായകരാണ്. അതൊക്കെ അവരുടെയൊക്കെ പാട്ടിൽ എൻ്റെ വീട്ടിൽ ഇപ്പോഴും വയ്ക്കും, പാടും. ടേപ്പ് റെക്കോർഡർ, റേഡിയോ, അതിലൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെ പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് പാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ജാനകിയമ്മ സുശീലാമ്മ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അവരെങ്ങനെയാണ് പാട്ടുകൾ, ഓരോ ഇമോഷൻസ് എങ്ങനെയാണ് പാട്ടിലൂടെ കൊണ്ടുവരുന്നത്. ഒരു സമയത്ത് ജാനകിയമ്മയോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സുശീലാമ്മയോട്, അത് സുശീലാമ്മയിലേക്ക് ആദ്യം ജാനകിയമ്മയുടെയാണ് കൂടുതൽ ഞാൻ കേൾക്കുകയും പാടുകയും, പിന്നെയാണ് സുശീലാമ്മയെ മനസ്സിലാക്കണത്. അപ്പോൾ അത് വന്നപ്പോഴേക്കും എന്താ പറയുക, അത് നമ്മുടെ അന്തരിച്ചു പോയ നമ്മുടെ ജയേട്ടൻ, മലയാളത്തിൻ്റെ ഭാവഗായകൻ. അപ്പോൾ ജയേട്ടനായിട്ടൊക്കെ ഞാൻ പാടാൻ തുടങ്ങിയപ്പോൾ ജയേട്ടൻ എനിക്ക് സുശീലാമ്മയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരികയും സുശീലാമ്മയുടെ ഒരുപാട് പാട്ടുകൾ എനിക്ക് അയക്കുകയും, അല്ലാതെ തന്നെ ഞാൻ സുശീലാമ്മയുടെ പാട്ടുകൾ വീട്ടിലും, എൻ്റെ അമ്മയൊക്കെ എല്ലാ പാട്ടുകളും ഏകദേശം ബൈ ഹാർട്ടാണ് സുശീലാമ്മയുടെ മലയാളത്തിലെ പാട്ടുകൾ. അപ്പം അങ്ങനെ ഞാൻ പഠിച്ച് ഒക്കെ കുറേ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, സുശീലാമ്മ പോലത്തെ ഒരു സിംഗർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിംഗർ ഇല്ല എന്നുള്ളത് തന്നെ മനസ്സിലായി. അങ്ങനെ ഇരുന്നു. ഒരു ദിവസം ഒന്നല്ല, ഒരു 2-3 തവണ സുശീലാമ്മയായിട്ട് നേരിട്ട് കാണാനും സംസാരിക്കാനും പ്രോഗ്രാമിന് ഒന്നിച്ച് പാടാനൊക്കെയുള്ള അതൊക്കെ പരമഭാഗ്യങ്ങളാണ്. അതൊക്കെ അങ്ങനെ കൈവന്നു. കുടുംബം എങ്ങനെയാണ് രാജലക്ഷ്മിയെ സഹായിക്കുന്നത് പാട്ടുരംഗത്ത്? കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം അമ്മയാണ് ഈ ഒരു രംഗത്തേക്ക് എന്നെ കൊണ്ടുവന്നത്. അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മയുടെ കുട്ടിക്കാലം ഒക്കെ പ്രൊഫഷണലായിട്ട് ഗാനമേളകളിലും നാടകങ്ങളിലും ഒക്കെ പാടുമായിരുന്നു. പഴയ CO ആൻഡോ, തോപ്പിൽ ആൻഡോ എന്നൊക്കെ പറഞ്ഞ കൊച്ചിയിലെ പാട്ടുകാരുടെ കൂടെയൊക്കെ അമ്മ പാടിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് അമ്മയ്ക്കൊരു പാട്ടുകാരിയാവാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പാടാൻ ഒരു കഴിവ് അമ്മ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ മകളെ എന്തായാലും ഒരു പാട്ടുകാരിയാക്കണം എന്നമ്മ വിചാരിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ എന്താ പറയുക, ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ അമ്മ തന്നെയാണ്. അതിലൊരു തർക്കമില്ല. പിന്നെ മുത്തശ്ശൻ, അമ്മൂമ്മ അന്ന് കൂടെ, അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവരും ഈ പറഞ്ഞ പോലെ കൊച്ചിലേ തൊട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഓരോ ട്രോഫി ഞങ്ങൾ മത്സരത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ അത് കാത്തിരിക്കും മുത്തശ്ശൻ. ആ ഓരോ ട്രോഫിയും തലയണയുടെ അന്ന് രാത്രി മുത്തശ്ശൻ അവിടെ വയ്ക്കും. എന്നിട്ട് മുത്തശ്ശൻ തന്നെ അത് പോളിഷൊക്കെ ചെയ്ത് ഇങ്ങനെ അലമാരിയിൽ വയ്ക്കും. അതുപോലെ എൻ്റെ അമ്മൂമ്മയും അങ്ങനെ തന്നെ. അമ്മൂമ്മയും ഓരോ സ്ഥലത്ത് ഇപ്പോൾ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അമ്മൂമ്മ അപ്പ കൊണ്ടുപോകും. ഞങ്ങൾ വരുന്നവരെ അവർ രണ്ടുപേരും പരിപാടിയൊക്കെ കഴിഞ്ഞ് അന്ന് ഞങ്ങൾ വീടെത്തുന്നത് വെളുപ്പിന് 3 മണി 4 മണി, ഉറങ്ങാതെ അലഞ്ഞ് തിരിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അത്രയും നേരം ഫോണും ഒന്നും ഇല്ലാത്ത കാലം, മൊബൈൽ ഫോണില്ല. അപ്പോൾ അവർ ഉറങ്ങാതിരിക്കും വരുന്നവരെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലി സപ്പോർട്ട് എനിക്ക് കൊച്ചിലേ തൊട്ട്, എൻ്റെ ചേട്ടൻ. അപ്പോൾ അതിന് ശേഷം വിവാഹം കഴിയുമ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഇതാണല്ലോ, ഇനി എന്തായിരിക്കും. കാരണം അതുവരെ ഓക്കെ, അമ്മ കൊണ്ടുപോയി, ഇനിയിപ്പം അപ്പം അത് ഒരു കൃത്യമായൊരു കൈകളിലേക്കാണ് ഞാൻ എത്തിയത്. ഹസ്ബൻഡ് കോളേജ്, അദ്ദേഹത്തിൻ്റെ സ്കൂൾ കോളേജ് കാലം മുതൽ എന്താ പറയുക, ആർട്ടിനോട്, കലാസാംസ്കാരിക പ്രവർത്തനങ്ങളോടും കലാകാരന്മാരോടൊക്കെ വളരെ അടുപ്പമുള്ളതും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അഭിരാം എന്നാണ് പേര് ഹസ്ബൻഡിൻ്റെ. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയായിട്ട് വരുമ്പോൾ നോർമലി അത് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ്. അത്തരത്തിലുള്ളൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അമ്മ കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ഹസ്ബൻഡ്. പിന്നെ അത് ഇപ്പം വീട്ടിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എങ്കിലേ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ ഈ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗായിക ആവില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ ആക്ച്വലി ഇതാണ്. കാരണം നമ്മൾ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് വരണം എന്ന് വെച്ചാൽ നമ്മൾ വന്നിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ വീട്ടിൽ നിന്നും കൂടിയുള്ള ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പം എനിക്ക് തന്നെ അറിയാം ഒരുപാട് പാട്ടുകാർ നമുക്ക് അറിയുന്നത് തന്നെ
വീട്ടിലുള്ളവർക്ക് അവരൊറ്റയ്ക്കാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ വീട്ടിലുള്ളവരൊന്നും അന്വേഷിക്കുകയോ അല്ലെങ്കിൽ പ്രോഗ്രാമിന് വിളിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്, വീട്ടുകാരുണ്ട്. അപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്കെന്ന് വെച്ചാൽ ആ ഒരു ഏരിയ അങ്ങോട്ട് കൊടുത്താൽ ഞാൻ പോയി പാട്ട് പാടി തിരിച്ച് വീട്ടിലെത്തിയാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് നോക്കും. പിന്നെ അവനും ഈ പറഞ്ഞ വളരെ ചെറിയ പ്രായം തൊട്ട്, അവൻ ജനിച്ച് നിസ്സാരം ദിവസങ്ങൾ തൊട്ടേ ഞാൻ പ്രോഗ്രാമിനും റെക്കോർഡിങ്ങിനൊക്കെ അവനെ മാറി നിന്നും ഒക്കെ അവനും അതിൻ്റെ കൂടെ അഡ്ജസ്റ്റഡായി. വളരെ ബ്ലെസ്ഡാണ് ഇങ്ങനെ ഒരു ഫാമിലി സപ്പോർട്ട് എനിക്ക് കിട്ടുന്നതിൽ.